കരിയർ കാൽക്കുലസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് PSC നടത്തിയ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 117/2025 ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാത്സ് ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഈ റിക്വസ്റ്റ് എനിക്ക് വന്നത് കുട്ടികളുടെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് ഇത്രയും രാത്രിയായിട്ടും നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിയിക്കുക. ഞാൻ ഇപ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്തു വരുന്നതേ ഉള്ളൂ. ഇത് ഇന്നത്തെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി ഓരോ ടോപ്പിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ഇതിൽ ഞാൻ 100-ൽ നിന്ന് ബാക്കിലോട്ടാണ് എടുത്തിരിക്കുന്നത്, 100-ൽ നിന്ന് 81-ലോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീസണിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു, അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഡയറക്ഷനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. ഇത് ദിശാബോധം എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കുക. ഒരാൾ വീട്ടിൽ നിന്നും 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു, അല്ലേ? അപ്പോൾ ഇതാണ് ആളുടെ വീടെന്ന് വിചാരിക്കുക. വീട്ടിൽ നിന്ന് ആള് 8 കിലോമീറ്റർ, അപ്പോൾ ഇത് 8 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇത് വടക്കോട്ട് സഞ്ചരിച്ച ആൾ ഇവിടുന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്ന ഒരാൾ, അതായത് കിഴക്കോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളിൻ്റെ വലത്, നമ്മൾ കിഴക്കോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ വലതു ഭാഗം വരുന്നത് ഇങ്ങോട്ട് താഴോട്ടാണ്. അപ്പോൾ തുടർന്ന് 6 കിലോമീറ്റർ വലത്തോട്ടെന്ന് പറയുമ്പോൾ താഴോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, ഇത് ഇവിടെ വന്നു, ഇത് 6 കിലോമീറ്ററാണ്. ഓക്കെ, ഇനി 6 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 4 കിലോമീറ്റർ വീണ്ടും വലത്തോട്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ വലത്തോട്ടെന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അപ്പോൾ വീണ്ടും 4 കിലോമീറ്റർ. അപ്പോൾ വീണ്ടും ഈ പോയിന്റിലെത്തി 4 കിലോമീറ്റർ. ഓക്കെ, ഈ പോയിന്റിലെത്തി. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇവിടെയാണ് വീടെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പോൾ അയാൾ നിൽക്കുന്ന ഈ ഒരു സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ടോട്ടൽ ഇത് 8 കിലോമീറ്ററാണ്. ഓക്കെ, അതിൽ ഈ ഒരു പോയിന്റ്, ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിലോമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കിലോമീറ്ററാണ്. ഇനി ഇവിടെയാണ് വീട് വരുന്നത്. വീടിനെ വെച്ച് നോക്കുമ്പോൾ അയാൾ 2 കിലോമീറ്റർ വടക്കാണ് നിൽക്കുന്നത്. 2 കിലോമീറ്റർ വടക്ക്. ഓപ്ഷൻ A ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. അപ്പം ഇത് 2 രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം. ഇപ്പം നോക്കൂ, അടുക്കള, അടുപ്പ്, ഗ്രാമം, വീട്, കലം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാമത്തിനുള്ളിൽ വീട്, വീടിനുള്ളിൽ അടുക്കള, അടുക്കളയ്ക്കുള്ളിൽ അടുപ്പ്, അടുപ്പിനുള്ളിൽ കലം, അല്ലേ? അങ്ങനെ എടുക്കാം. അപ്പോൾ ആദ്യം ഗ്രാമമാണ് തുടങ്ങേണ്ടത്. പക്ഷെ ഗ്രാമം വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം നമ്മൾ തിരിച്ചും ചിന്തിക്കുക. കലം വെച്ചിരിക്കുന്ന എവിടെയാണ്? ആദ്യം കലം എടുക്കുക. ഓപ്ഷൻ 1 കലം, ആദ്യം കലം. ഓക്കെ, അപ്പോൾ ആദ്യം 5ാമത്തെ ഓപ്ഷൻ വരും. ഇനി നോക്കൂ, കലം വെച്ചിരിക്കുന്ന എവിടെയാണ്? കലം അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? പിന്നെ 2ാമത്തെ ഓപ്ഷൻ വരും. ഇനി അടുപ്പ് എവിടെയായിരിക്കുന്നത്? അടുക്കളയിലാണ് ഇരിക്കുന്നത്. പിന്നെ 1ാമത്തെ ഓപ്ഷൻ വരും. ഇനി അടുക്കള എവിടെയാണ്? വീട്ടിലാണ്, അല്ലേ?
അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ വരും. ഇനി വീട് എവിടെയാണ്? ഗ്രാമത്തിലാണ്. മൂന്നാമത്തെ ഓപ്ഷൻ വരും. അപ്പം ഈ രീതിയിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എ ആണ്. 5, 2, 1, 4, 3. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വരിയായി അടുക്കി വെച്ചിരിക്കുന്ന റോസാ ചെടികളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് പൂക്കളുള്ളത്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ ആ ചെടി 32ാമത് ഇരിക്കുന്നു. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ അത് 17ാമത് ഇരിക്കുന്നു. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര റോസാ ചെടികളുണ്ട്? ഇത് റാങ്കിങ് ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരേ ചെടിയെ തന്നെ മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ 32ാമത്, പിന്നിൽ നിന്ന് എണ്ണിയപ്പോൾ 17ാമത് അല്ലേ? അപ്പോൾ ഈ മുന്നിൽ നിന്ന് എണ്ണുന്നതും പിന്നിൽ നിന്ന് എണ്ണുന്നതും കൂടെ കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. കാര്യം മുന്നിൽ നിന്ന് എണ്ണിയപ്പോൾ 32ാമത് വരുന്നതും പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 17ാമത് വരുന്നതും ഒരേ ആളാണ്. അപ്പോൾ ഒരാളെ 2 പ്രാവശ്യം എണ്ണുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 32 + 17 - 1 ചെയ്യുക. 32ഉം 17ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 49 വരും. 49ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 48 വരും. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 62K എന്ന 3 അക്ക സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ കെയുടെ വിലയായി വരാവുന്ന സംഖ്യകൾ. അതായത് ഇത് ഡിവിസിബിലിറ്റി റൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. നമ്മൾ ഇപ്പം എൻ്റെ തന്നെ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഇനിയിപ്പം അധികം താമസിക്കാതെ നമ്മൾ ഡിവിസിബിലിറ്റി റൂളിലോട്ട് കയറുന്നതാണ്. വീഡിയോസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. നോക്കൂ, ഇവിടെ 3ന്റെ ഗുണിതമാവണമെങ്കിൽ നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62K ആണ്. അപ്പം ഇതാണ് ഡിജിറ്റ്സ് 62K. അപ്പം ഈ നമ്പർ 3ന്റെ ഗുണിതമാവണമെങ്കിൽ ഇവരുടെ സം ഓഫ് ദ ഡിജിറ്റ് 3ന്റെ ഗുണിതമായിരിക്കണം. അതായത് 6 + 2 + K എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായിരിക്കണം. അപ്പം 6 + 2 ചെയ്യുമ്പോൾ 8 കിട്ടും. 8 + 1 വന്നു കഴിഞ്ഞാൽ 9 വരും. അപ്പം 9 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 1 വരാവുന്ന സംഖ്യയാണ്. ഇനി ഇപ്പം 6 + 2 എത്രയാണ്? ഞാൻ പറഞ്ഞു 6 + 2 8K ആണ്. അപ്പോൾ 8 ആണ്. 8 + K ആണ് വന്നിരിക്കുന്നത്. ഇനി 4 വന്നാലോ? 8 + 4 12 വരും. 12ഉം 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 4ഉം വരാവുന്ന സംഖ്യയാണ്. ഇനി 3 വന്നാൽ 8 + 3 അല്ലെ? കെയുടെ സ്ഥാനത്ത് 3 വന്നാൽ 8 + 3 11. അപ്പോൾ 3 വന്നു കഴിഞ്ഞാൽ 3ന്റെ ഗുണിതമാവത്തില്ല. ഇനി 7 വന്നാൽ, കെയുടെ വാല്യൂ 7 വന്നാൽ 8 + 7 15 വരും. 15ഉം 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 1, 4, 7. അതായത് ഓപ്ഷൻ 1, ഓപ്ഷൻ 2 ആൻഡ് ഓപ്ഷൻ 4. 1, 2, 4 മാത്രം ശരി. ഡി ആണ് വരുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 62K എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഈ നമ്പർ 3ന്റെ ഗുണിതമാകണമെങ്കിൽ ഈ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മും 3ന്റെ ഗുണിതമായിരിക്കണം. ഡിവിസിബിലിറ്റി റൂളാണ്. അപ്പോൾ 6 + 2 + K എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാവണം. ദാറ്റ് ഈസ് 8 + K എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാവണം. 8 + K 3ന്റെ ഗുണിതമാവണമെങ്കിൽ Kക്ക് 1 വന്നു കഴിഞ്ഞാൽ 8 + 1 9 3ന്റെ ഗുണിതമാണ്. Kക്ക് 4 വന്നു കഴിഞ്ഞാൽ 8 + 4 12 അതും 3ന്റെ ഗുണിതമാണ്. Kക്ക് 3 വന്നു കഴിഞ്ഞാൽ 8 + 3 11 ആണ്. അത് 3ന്റെ ഗുണിതമല്ല. ഇനി Kക്ക് 7 വന്നു കഴിഞ്ഞാൽ 8 + 7 15 അതും 3ന്റെ ഗുണിതമാണ്. അപ്പോൾ Kക്ക് വരാവുന്ന വിലകൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 4, 7. അതായത് ഓപ്ഷൻ 1, 2 ആൻഡ് 4. 1, 2 ആൻഡ് 4 ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 17, 19, 21, 23. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷനിൽ പഠിച്ചതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തതാണ്. 17 പ്രൈമാണ്, 17 പ്രൈമാണ്, 19 പ്രൈമാണ്, 23 പ്രൈമാണ്, 21 കോമ്പോസിറ്റ് ആണ് അല്ലേ? 21 കോമ്പോസിറ്റ് ആണ്. അതുകൊണ്ട് 21 ആണ് ആൻസർ. ഓക്കെ, 21 ആണ് ആൻസർ. ഒറ്റയാൻ ആരാണ്? 21 ആണ്. അടുത്ത പ്രോബ്ലം. ഇത് ബോഡ് മാസ് റൂളാണ്. ഇത് നമ്പേഴ്സിൽ വരുന്നതാണ്. ഇത് നമ്മളിനി എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ബോഡ് മാസ്
അവസാന ബേസിക് ഓപ്പറേഷനിൽ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓർഡറിലാണ് പോവേണ്ടത്. ആദ്യത്തത് ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഉള്ളതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഡിവിഷനാണ്. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 4 വരും അല്ലേ. 4 ഇൻറ്റു 4 അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ്. 4 ഇൻറ്റു 4 16 വരും. അപ്പോൾ 18 മൈനസ് 16 അതായത് 2 ആണ് ആൻസർ. ഒന്നുകൂടെ പറയാം, നമ്മുടെ ക്വസ്റ്റ്യൻ 18 മൈനസ് 4 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ആദ്യം ഈ പാർട്ട് ചെയ്യണം. കാര്യം ഡിവിഷനാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ 4 വരും. ഇനി ഈ പാർട്ട് ചെയ്യണം. 4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 16 വരും. ദാറ്റ് ഈസ് 18 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാകും. എങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാം. ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അതായത് അപ്പുവിന് വയസ്സ് നമ്മൾ ഒന്നായിട്ടെടുത്താൽ അതിൻ്റെ 9 മടങ്ങ്, അതായത് 1:9 ആണ് അപ്പുവിൻ്റെയും അമ്മയുടെയും വയസ്സുകൾ. അപ്പു, അമ്മ, മദർ, അപ്പു, അമ്മ. ഇനി 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാവും. 3 വർഷം കഴിയുമ്പോൾ നോക്കിക്കേ 1:5 ആവും. അതായത് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 ആണ്. 3 വർഷം കഴിയുമ്പോൾ 5 മടങ്ങാവും. അപ്പം നോക്കൂ, ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് അല്ലേ. ഇവിടെ താഴെയും ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. നമ്മൾ വയസ്സ് പറയുമ്പോൾ എപ്പോഴും 2 പേര് തമ്മിലുള്ള വയസ്സിൻ്റെ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ 4 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ 4 വയസ്സിൻ്റെ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. 2 പേരുടെ വയസ്സിൻ്റെ ഗ്യാപ്പ്, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 1:9 പറയുമ്പോൾ അവരുടെ ഗ്യാപ്പ് 8 ആണ്. രണ്ടാമത്തതിൽ 1:4 ആണ്, 1:5 ആണ്. അപ്പോൾ അവരുടെ ഗ്യാപ്പ് 4 ആണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്യാപ്പിനെ ഈക്വലൈസ് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴത്തെ ഡിഫറൻസ് കൊണ്ട് മുകളിലത്തെ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലത്തെ ഡിഫറൻസ് കൊണ്ട് താഴത്തെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് മുകളിലത്തെ റേഷ്യോയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴത്തെ റേഷ്യോയെ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നമ്മളിനി ഏജിൻ്റെ പ്രോബ്ലം വരുന്നിടത്ത് കൃത്യമായിട്ട് പറയും. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ തന്നിരുന്ന ആ ഒരു റേഷ്യോ എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഏജിൻ്റെ ഗ്യാപ്പ് ഇവിടെ കോൺസ്റ്റൻ്റ് അല്ല. മുകളിൽ 8 ആണ് ഗ്യാപ്പ്, താഴെ 4 ആണ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഈക്വലൈസ് ചെയ്യണം. അതിനുവേണ്ടി ഈ 8 കൊണ്ട് ഈ താഴത്തെ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് മുകളിലത്തെ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? മുകളിലത്തെ റേഷ്യോസിനെ ഒരു ടേമിനെ മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ടേമിനെ ചെയ്യണം. സോ 4 കൊണ്ട് മുകളിലെ 2 പേരെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4:36 എന്ന് വരും. അതുപോലെ 8 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8:40 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 വർഷമാണ് ആണല്ലോ. അപ്പോൾ ശരിക്കും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. ഇപ്പോൾ നമുക്ക് ഏജ് ഗ്യാപ്പ്, അതായത് അപ്പവും അമ്മയും തമ്മിൽ ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 32 ആണ്. ഇവിടുത്തെ ഗ്യാപ്പ് 32 ആണ്. നോക്കൂ, ഇവിടെ 32 ആണ്, ഈക്വലാക്കി. ഇവിടെയും 32 ആണ്, ഈക്വലാക്കി. ഇനി ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 അല്ലേ. അതായത് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 3 വർഷം കഴിയുമ്പോഴാണ്. അതായത് 3 years എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3/4 years ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3/4 years ആണ്. ഇത്രയും മനസ്സിലായല്ലോ. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 3/4 years ആണ്. ഇനി ഇങ്ങോട്ട് നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
4 യൂണിറ്റ് എത്രയെന്നാണ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 × 3/4 ചെയ്യുക 3. അപ്പുവിൻ്റെ വയസ്സ് 3ആണിപ്പോൾ. ഇനി 36 എന്ന് പറയുന്നത് 36 × 3/4 ചെയ്യുക 27. അതായത് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3ആണ്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 27ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ടെന്നാണ്. അതായത് 27 - 3 ചെയ്യുക 24 വയസ്സാണ് അമ്മയ്ക്ക് കൂടുതലുള്ളത്. 24 വയസ്സ് അമ്മയ്ക്ക് കൂടുതലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്ക് തന്നിരിക്കുന്നത് അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റേഷ്യോ എഴുതി 1:9. ഇനി 3 വർഷം കഴിയുമ്പോൾ അത് 5 മടങ്ങാവും, അതായത് 1:5 ആവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ആദ്യത്തെ റേഷ്യോ തമ്മിലുള്ള ഗ്യാപ്പ് 8ആണ്, രണ്ടാമത്തെ റേഷ്യോ തമ്മിലുള്ള ഗ്യാപ്പ് 4ആണ്. അങ്ങനെ വരാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വയസ്സ് എപ്പോഴും കോൺസ്റ്റൻറ്റ്. 2 പേരുടെ വയസ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, വയസ്സല്ല കോൺസ്റ്റൻറ്റ്, 2 പേരുടെ വയസ്സിനിടയ്ക്കുള്ള ഗ്യാപ്പ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ 4 വയസ്സിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ആ 4 വയസ്സിൻ്റെ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് താഴത്തെ ഗ്യാപ്പിനെ മുകളിലത്തെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലത്തെ ഗ്യാപ്പിനെ താഴത്തെ റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്തപ്പോൾ ഈ താഴത്തെ 4 കൊണ്ട് 1:9 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പുതിയൊരു റേഷ്യോ കിട്ടി 4:36. അതുപോലെ മുകളിലത്തെ ഗ്യാപ്പ് ആയ 8 കൊണ്ട് താഴത്തെ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് താഴെ പുതിയൊരു റേഷ്യോ കിട്ടി 8:40. ഓക്കെ, ഇനി നമുക്കറിയാം ഇപ്പോൾ ഗ്യാപ്പ് സെയിമായി. ഇനി നമുക്കറിയാം ഈ 2 ഏതെങ്കിലും ഒരാളുടെ ഗ്യാപ്പ് എടുക്കുക, അത് സെയിം ആയിട്ട് വരും. 4ഉം 8ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 യൂണിറ്റ്സ് ആണ്. 8 - 4 യൂണിറ്റ്സ് ആണ്. അതായത് നമുക്കറിയാം ഈ 2 റേഷ്യോയ്ക്ക് ഇടയിലുള്ള വർഷം 3ആണ്. അതായത് 3 വർഷം എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഇങ്ങോട്ട് വരും, 3/4 ഇയേഴ്സ് ആണ്. കാര്യം നമുക്ക് ഇനി വർഷം കണ്ടുപിടിക്കണം. യൂണിറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 4 യൂണിറ്റ്, 36 യൂണിറ്റ്, അങ്ങനെ യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഇനി വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 വർഷം, 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 വർഷമാണ്, 3/4 ഇയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 യൂണിറ്റ്, ഇവിടുത്തെ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 × 3/4 3 വർഷമാണ്. അതുപോലെ 36 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 36 × 3/4 27 വർഷമാണ്. ഇനി അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് കിട്ടി, അമ്മയുടെ. കാര്യം നമ്മൾ ഈ റേഷ്യോ എന്തിനെടുത്തു എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രസൻറ്റ് ഇയർ, ഇപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പാണ്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറയുന്നത് 4:36 ആണ്. ഇനി നമ്മൾ ഈ റേഷ്യോ നോക്കരുത്, 1:9 ഒന്നും നോക്കരുത്. നമ്മൾ ഏജ് ഗ്യാപ്പ് ഈക്വലൈസ് ചെയ്തതിന് ശേഷമുള്ള റേഷ്യോ വേണം നോക്കാൻ. അപ്പോൾ നമുക്ക് കിട്ടിയത് അപ്പുവിൻ്റെ വയസ്സ് 3ഉം അമ്മയുടേത് 27ഉം കിട്ടി. ഇനി അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 27 - 3 24 വയസ്സാണ്. ഓക്കെ, 24 വയസ്സാണ്. അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് വൃത്തമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തത്തിൻ്റെ സൈഡ് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, കാര്യം വൃത്തം ഇങ്ങനെ കേർവ്ഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ സൈഡ് ഇൻഫിനിറ്റ് ആണ്. ത്രികോണത്തിന് 3 സൈഡുണ്ട്, ചതുർഭുജത്തിന് 4 സൈഡുണ്ട്, പഞ്ചഭുജത്തിന് 5 സൈഡുണ്ട്. ഇവരുടെയൊക്കെ സൈഡ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്നാൽ വൃത്തത്തിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് വൃത്തമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഒരു പ്രത്യേക കോഡിൽ ബിജു എന്നതിന് CJKV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ രമ എന്നതിനുള്ള കോഡ് ഏതാണ്? നോക്ക്, ബിജു BIJU, അതിനെന്താ എഴുതിയിരിക്കുന്നത്? CJKV അല്ലേ? CJKV. അതായത് B കഴിഞ്ഞ അടുത്ത ലെറ്റർ C, I കഴിഞ്ഞ അടുത്ത ലെറ്റർ J, +1 ആണ്. ഓക്കെ, ഇവിടെയും +1 ആണ്, ഇവിടെ അതുപോലെ തന്നെ +1 ആണ്, ഇവിടെയും +1 ആണ്. അപ്പോൾ അതായത് രമ എന്നുള്ളതിൻ്റെ ചെയ്യണമെങ്കിൽ രമ എഴുതുക, REMA. തൊട്ടടുത്ത ലെറ്റർ എടുത്താൽ മതി. R കഴിഞ്ഞ് S, E കഴിഞ്ഞ് F, M കഴിഞ്ഞ് N, A കഴിഞ്ഞ് B, SFNB എന്ന് വരും. SFNB ഓപ്ഷൻ A ആണ്. അടുത്ത പ്രോബ്ലം. 22, 27, 31, 34, 36 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര? നോക്കൂ,
22ഉം 27ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 22ഉം 27ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. ഇനി 27ഉം 31ഉം തമ്മിലുള്ള ഗ്യാപ്പ് 4 ആണ്. ഓക്കെ, 31ഉം 34ഉം തമ്മിലുള്ള ഗ്യാപ്പ് 3 ആണ്. 34ഉം 36ഉം തമ്മിലുള്ള ഗ്യാപ്പ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇനി ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് 1 ആയിരിക്കണം. 36 1 കൂടിയ നമ്പർ എന്ന് പറഞ്ഞാൽ 37 വരും. ഒന്നുകൂടെ, 22നോട് 5 കൂട്ടി 27, 27നോട് 4 കൂട്ടി 31, 31നോട് 3 കൂട്ടി 34, 34നോട് 2 കൂട്ടി 36. ഇനി 36നോട് 1 കൂട്ടണം. അപ്പോൾ ഇവിടെ എത്ര വരും? 37 വരും. 37 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇത് എളുപ്പമാണ് ഈ ശ്രേണി എന്ന് പറയുന്നത്, ഈ സീരീസ് എളുപ്പമാണ്. അടുത്തത്, 2 സംഖ്യകളുടെ ഗുണനഫലം 36, ഗുണനഫലം തന്നിട്ടുണ്ട്, ഉസാഗയും തന്നിട്ടുണ്ട്, ലസാഗു. അതായത് 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവരുടെ ഉസാഗ ഇൻറ്റു ലസാഗു ആണ്. ഓക്കെ, ഉസാഗ അതായത് HCF ഇൻറ്റു LCM ആണ് 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുണനഫലം 36 ഈസ് ഈക്വൽ ടു ഉസാഗ എത്രയാണ്? 3 ഇൻറ്റു ലസാഗു അല്ലേ. അങ്ങനെയാണെങ്കിൽ ലസാഗു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36/3 ആണ്. 12 വരും ആൻസർ. ഓക്കെ, ഈ കാര്യം അറിഞ്ഞിരിക്കണം. ഗുണനഫലം 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ HCFൻ്റെയും LCMൻ്റെയും ഗുണനഫലമാണ്. ഉസാഗയുടെയും ലസാഗുവിൻ്റെയും ഗുണനഫലമാണ് സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് തന്നു കഴിഞ്ഞാൽ ഉസാഗ തന്നിട്ടുണ്ട്, ഗുണനഫലവും തന്നിട്ടുണ്ട്. ലസാഗു കണ്ടുപിടിക്കണം. ഗുണനഫലം ഡിവൈഡഡ് ബൈ ഉസാഗ ചെയ്താൽ മതി. ലസാഗു 12 എന്ന് കിട്ടും. ഓക്കെ, 12. അടുത്ത പ്രോബ്ലം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 4 കളികളിൽ നിന്ന് നേടിയത് 6, 50, 20, 24 റൺസുകളാണ്. എങ്കിൽ അയാളുടെ ശരാശരി റൺസ് എത്രയാണ്? ഒന്നുമില്ല, 4 വാല്യൂസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ശരാശരി കാണാൻ പറഞ്ഞിരിക്കുകയാണ്. 4 വാല്യൂസും തമ്മിൽ കൂട്ടുക. എത്ര വരും? 50ഉം 6ഉം 56, 56ഉം 20ഉം 76, 76ഉം 24, 100 വരും. ഓക്കെ, 100 വരും. 100 ഡിവൈഡഡ് ബൈ, അതായത് തുക ബൈ നമ്പറാണ്. അപ്പം 4 വാല്യൂ ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 4, 25 റൺസാണ് ശരാശരി വരുന്നത്. ഇത് എളുപ്പമാണ്. തുക ബൈ നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. ആവറേജിൻ്റെ ബേസിക് പ്രോബ്ലം ആണ്. അപ്പം 4 കളികളിൽ നിന്നുള്ളത്. സോ ആ 4 വാല്യൂവും കൂടെ കൂട്ടുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 25 റൺസ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ നോക്കൂ, റൂട്ട് ഓഫ് 1225 35 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.1225 എത്രയാണ്? ഇത് എളുപ്പമാണ്. നമുക്ക് പോയിന്റ് ഇല്ലാതെ വരുമ്പോഴുള്ള വാല്യൂ 35 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോയിന്റ്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 വാല്യൂ ഉണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂ പാടുള്ളൂ. അപ്പോൾ 2 വാല്യൂ ഉള്ള ഓപ്ഷൻ എ ആണ്, 0.35. അതായത് 0.35 ഇൻറ്റു 0.35 ആണ്. കണ്ടോ, നമ്മൾ ഇനി ഡെസിമലൊക്കെ ഇനി പഠിക്കും. അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഡെസിമലിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്, അതായത് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്. അപ്പോൾ ആൻസറിൽ മൊത്തം പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം വരും. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 0.1225ൻ്റെ ആൻസറിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ഉള്ളതുകൊണ്ട് സ്ക്വയർ റൂട്ടിൽ 2 സ്ഥാനം വരണം. 2 സ്ഥാനം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അതുകൊണ്ട് എ ആണ് ആൻസർ വരുന്നത്. അടുത്ത് നോക്കൂ, ഒരു ടാങ്കിൽ 3/5 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അതായത് ഒരു ടാങ്കിൻ്റെ 3/5 ഭാഗം വെള്ളമുണ്ട്. ഒരു ടാങ്കിനെ നമ്മൾ ടാങ്കിലെ വെള്ളത്തിനെ നമ്മൾ 5 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു നോക്കിയാൽ 5 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. സോ അതിൽ 3 ഭാഗം വെള്ളമുണ്ട്, 3 ഭാഗം വെള്ളമുണ്ട്. ഇനി 2 ഭാഗം കൂടെ വെള്ളം നിറയണമായിരുന്നു. അപ്പോൾ ഈ 2 ഭാഗം കൂടെ വന്നപ്പോൾ നിറഞ്ഞു. അതായത് 80 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞു. ഈ 80 ലിറ്ററാണ് ഈ 2 ഭാഗം എന്ന് പറയുന്നത്. സോ 2 ഭാഗം എന്ന് പറഞ്ഞാൽ 80 ലിറ്ററാണ്. അപ്പോൾ 1 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലിറ്ററാണ്.
ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 40 ലിറ്റർ. മൊത്തം നമ്മൾ ഈ ടാങ്കിനെ എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്? 5 ആയിട്ട്. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒരു ഭാഗം 40 ആണെങ്കിൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 200 ലിറ്റർ ആയിരിക്കും. മനസ്സിലായോ? ടാങ്കിൻ്റെ ടോട്ടൽ, അതായത് ടാങ്കിൻ്റെ 5ൽ 3 ഭാഗം വെള്ളമുണ്ട്. അതായത് നമ്മൾ ടാങ്കിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ 3 ഭാഗം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ, 3 ഭാഗം 3/5. അപ്പോൾ ഇനിയുള്ളത് 2/5 ആണ്. അപ്പോൾ ഈ 2/5, അതായത് 2 ഭാഗം എന്ന് പറയുന്നതാണ് 80 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 40 ലിറ്ററാണ്. 40 ലിറ്ററാണ്. സോ ഒരു ഭാഗം 40 ആണെങ്കിൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 40 × 5 200 ലിറ്റർ. ഇനി ഇതിനെ വേറൊരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മൊത്തം എക്സ് ലിറ്റർ ആണെന്ന് വെക്കുക, മൊത്തം എക്സ് ആണെന്ന് വെക്കുക, എക്സ് ആണ് മൊത്തം ടാങ്കിൻ്റെ അളവെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 2/5 ഓഫ് എക്സ് ആണ് 80 ലിറ്റർ. അതായത് ഇനി 2/5 പാർട്ടും കൂടെ, എക്സിൻ്റെ 2/5 കൂടെ നിറയാനുണ്ടായിരുന്നു. അപ്പോൾ 80 ലിറ്റർ ഒഴിച്ചപ്പോൾ നിറഞ്ഞു. അതായത് 2/5 ഓഫ് എക്സ് ആണ് 80. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 80 × 5/2, 2ഉം 80ഉം കൂടെ വെട്ടുമ്പോൾ 40, അതായത് 200. ഇങ്ങനെ ഇക്വേഷൻ ഇട്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് കൺസെപ്റ്റ് വെച്ചും ചെയ്യാം. നമ്മൾ ടാങ്കിനെ 5 ഭാഗങ്ങളായിട്ട്, 5 ഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ 3 ഭാഗം വെള്ളമുണ്ട്, ഇനി 2 ഭാഗം കൂടെ വെള്ളം വേണം. അപ്പോൾ നമ്മൾ 80 ലിറ്റർ ഒഴിച്ചപ്പോൾ നിറഞ്ഞു, ഇവിടെ 80 ലിറ്റർ ഒഴിച്ചപ്പോൾ നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗമാണ് 80 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം 40 ലിറ്റർ ആണ്. ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 ഭാഗമാണ്. ഒരു ഭാഗം 40 ആണെങ്കിൽ 5 ഭാഗം എന്ന് പറഞ്ഞാൽ 40 × 5 200 ലിറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2ൽ നിന്നും എത്ര കുറച്ചാൽ 0.99 കിട്ടും? അതായത് 2ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ചപ്പോൾ നമുക്ക് 0.99 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എത്രയെന്നാണ്? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഈ 0.99 ഇങ്ങോട്ടും കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 0.99. ഇതെങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്? 2 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, 2 0 ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ താഴെ 0.99, കാര്യം നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റ്സ് ഉള്ളത്. സോ 2 കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഡിജിറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക, താഴെ 0.99. ഇതൊക്കെ ബേസിക്കാണ്, കുറച്ച് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇവിടെ 0ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഒന്ന് കടമെടുത്ത് ഇവിടെ വന്നു, അപ്പോൾ ഇവിടെ 10 ആവും. ഇവിടുന്ന് ഒന്ന് കടമെടുത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ 9ഉം ഇവിടെ 10ഉം ആവും. 10ൽ നിന്ന് 9 പോകുമ്പോൾ 1 വരും. 9ൽ നിന്ന് 9 പോകുമ്പോൾ 0 വരും. ഇവിടുന്ന് ഓൾറെഡി ഒന്ന് ഇങ്ങോട്ട് പോയി, അതുകൊണ്ട് ഇനി ഇവിടെ 2 ഇല്ല, 1 ഉള്ളൂ. അപ്പോൾ ആ 1 താഴെ ഇറക്കി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.01. 1.01. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മൾ സാധാരണ ഡെസിമൽസിൻ്റെ സബ്ട്രാക്ഷനാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. 400 രൂപ വിലയുള്ള സാധനത്തിന് 12% ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? സോ 400 രൂപയാണ് അതിൻ്റെ വില. അതായത് 100% എന്ന് പറയുന്നത് എത്രയാണ്? 400 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12% ലാഭം കിട്ടുന്നെങ്കിൽ അതെന്താവും? 112% ആകും. 112% എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇവരെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 400 × 112 ഡിവൈഡഡ് ബൈ 100. 100ൻ്റെ 2 പൂജ്യവും 400ൻ്റെ 2 പൂജ്യവും പോവും. 112 × 4 ചെയ്യുമ്പോൾ 4 × 8 1 4 4 1 4 4 448 രൂപ എന്ന് വരും. 448 രൂപ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അതായത് 100% എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. 12% ലാഭം ലഭിക്കുമ്പോൾ അത് 112 ആകും. അപ്പോൾ 112% എത്രയെന്നാണ്. അപ്പോൾ ഈ ഡയഗണലി വാല്യൂസ് ഉള്ളതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മറ്റേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 400 × 112 ഡിവൈഡഡ് ബൈ 100 448. ഞാൻ പെർസെൻറ്റേജ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും, അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാവുന്നത് 400ൻ്റെ 12% എത്രയാണെന്ന് നോക്കുക. 400ൻ്റെ 12% എന്ന് പറയുന്നത് 48 ആണ്. അത് 400ൻ്റെ കൂടെ ആഡ് ചെയ്താലും മതി. 400 + 48 448. 400ൻ്റെ 12% ഈ 2 രീതിയിലും ചെയ്യാം. 400ൻ്റെ 12% 48 ആണ്. അത് 400ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് വിറ്റ വില. 12% കൂട്ടിയാണ് വിൽക്കുന്നത്. അപ്പോൾ 12% 48 ആണ്. അപ്പോൾ 400 + 48 448 ആണ് വിറ്റ വില. അടുത്തത് നോക്കി,
108 km/മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അതായത് 108 കിലോമീറ്റർ എപ്പോൾ? 1 മണിക്കൂറിൽ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 മിനിറ്റ് ആണ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 108 കിലോമീറ്റർ പോകുമെങ്കിലേ 1 മിനിറ്റിൽ എത്ര പോകും? 1 മിനിറ്റിൽ എത്ര പോകും? ദാറ്റ് ഈസ് ഈക്വൽ ടു 108/60. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 10, മുകളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പ്രാവശ്യം 6, 48, 48. അപ്പോൾ 18/10, അതായത് 1.8 കിലോമീറ്റർ ആണ്. 1 മിനിറ്റിൽ യാത്ര ചെയ്യുന്നത് 1.8 കിലോമീറ്റർ ആണ്. നമുക്കിവിടെ ആൻസർ എല്ലാം മീറ്ററിലാണ്. സോ മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1.8നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1800 മീറ്റർ. 1800 മീറ്റർ. ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണല്ലോ. 3 0 ഉണ്ട് 1000-ൽ. 1 0 കൊടുക്കുമ്പോൾ ഈ പോയിന്റ് അങ്ങ് മാറും. പിന്നെ 2 0 ഇവിടെ എൻഡിലിടണം. ഓക്കെ, 1 0 കൊടുക്കുമ്പോൾ 8ൻ്റെ ഈ 1ൻ്റെ ഇടയ്ക്കുള്ള പോയിന്റ് മാറും. അപ്പോൾ 18 ആവും. പിന്നെ 2 0 ഇവിടെ എൻഡിൽ കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അടുത്ത പ്രോബ്ലം. റൂട്ട് ഓഫ് 19 + 6 = x ആണെങ്കിൽ എക്സിൻ്റെ വില ഒന്നുമില്ല. റൂട്ട് ഓഫ് 9 + 19 അല്ല, 9 + 16 ആണ്. 19 + 6 എന്ന് ഞാൻ പറഞ്ഞത്. 19 + 6 അല്ല, 9 + 16 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 16 ചെയ്യുമ്പോൾ 25 ആണ്. റൂട്ട് ഓഫ് 25 5 ആണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. എല്ലാ പ്രോബ്ലംസും സിമ്പിളായിരുന്നു. വളരെ ചിലത് പെണ്ണെടുത്ത് പോലും ചെയ്യേണ്ട, നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അത്രയും ഈസിയാണ്. അടുത്ത ചോദ്യം. 135, 75, 90 എന്നീ 3 സംഖ്യകളുടെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ. ഒന്നുമില്ല, ഇവിടെ ഉസാഗ അഥവാ HCF ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനെയാണ് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ. നമുക്ക് LCM ആണെങ്കിൽ ലീസ്റ്റ്, അതായത് ചെറിയ എന്ന് ചോദിച്ചേനെ. ഇവിടെ വലിയ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ HCF ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 135, 75, 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ. ഒന്നിൽ നമുക്ക് ഇവരെ 135, 75, 90 നമ്മളിവരെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം 10, 35, 7 പ്രാവശ്യം, 1 പ്രാവശ്യം 5, 5 പ്രാവശ്യം 25, 1 പ്രാവശ്യം 5, 8 പ്രാവശ്യം 40. ഇനി ഈ നമ്പേഴ്സിനെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 പ്രാവശ്യം 27, 5 പ്രാവശ്യം 15, 6 പ്രാവശ്യം 18. ഇനി ഇതിലൊന്നും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഇല്ല. അപ്പോൾ ഉസാഗയ്ക്ക് 3 നമ്പറിനും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമേ ഉസാഗ എടുക്കാൻ പറ്റത്തുള്ളൂ. LCMനാണ് നമ്മൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് പോകുമെങ്കിൽ അതെടുക്കുന്നത്. സോ HCFന് 3 തന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പം അങ്ങനെ പറ്റുന്ന 5ഉം 3ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉസാഗ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3, ഈ 5 × ഈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പോൾ ഇങ്ങനെയാണ് ഉസാഗ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഈ 3 സംഖ്യകളെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ എന്ന് ചോദിച്ചിരിക്കുന്നത് HCF ആണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് HCF കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ എക്സാം ഹോളിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സംഖ്യകളും 5ൻ്റെ ഫാക്ടേഴ്സാണ് ആണല്ലോ. അപ്പോൾ 5ഓ 5ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും ഉസാഗയായിട്ട് വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ 5 എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ 3 നമ്പേഴ്സും 3ൻ്റെയും ഫാക്ടേഴ്സാണ്. പക്ഷേ എന്തുകൊണ്ട് 5 എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് 5 പെട്ടെന്ന് അറിയാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പോൾ 135, 75, 90 ഈ 3 സംഖ്യകളും 5ൻ്റെ ഫാക്ടേഴ്സാണ്. ഈ 3 സംഖ്യകളും 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 5ഓ 5ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നോക്കൂ, 7ഉം അപ്പോൾ 7 വരത്തില്ല. ഇനി 3ഉം വരത്തില്ല. 5ഓ 5ൻ്റെ മൾട്ടിപ്പിളോ ആണ് വരുന്നത്. സോ 7ഉം 3ഉം വരത്തില്ല. ഇനി 5ഓ 15ഓ ആണ്. ഈ 3 സംഖ്യകളും 3ൻ്റെയും മൾട്ടിപ്പിളാണ്. ഈ 3 സംഖ്യകളും 3ൻ്റെയും മൾട്ടിപ്പിളാണ്. സോ അതുകൊണ്ട് ഇവരുടെ HCF എന്ന് പറയുന്നത് 5 × 3 ആണ്, 15 ആണ്. ഓക്കെ, പിന്നെ ഇവിടെ 5, 15 ഉള്ളൂ, 15 ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ടും ചെയ്യാം, അല്ലാതെ ഇതേപോലെ HCF എഴുതി നോക്കിയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 3 നമ്പർ പോകുന്ന വാല്യൂസിനെ മാത്രമേ HCFന് എടുക്കാൻ പറ്റൂ. അപ്പോൾ വേണമെങ്കിൽ ആദ്യം 3 കൊണ്ട് ചെയ്ത് പിന്നെ 5 കൊണ്ടും ചെയ്യാം.
ഞാൻ ആദ്യം 5 കൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്കിവിടെ 9, 5, 6 9, 5, 6 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. അതാണ് HCF എന്ന് പറയുന്നത്. സോ 15 ഇവിടുത്തെ ആൻസർ. ഇനി നോക്കൂ, 8.5 ഇൻറ്റു 6.3 ഈക്വൽ ടു K ആണെങ്കിൽ Kയുടെ വില എന്ത്? 8.5 ഇൻറ്റു 6.3 ഈക്വൽ ടു K ആണെങ്കിൽ Kയുടെ വില എന്ത്? ഇത് കണ്ടുപിടിക്കാനൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ 5ഉം ഈ യൂണിറ്റ് ഡിജിറ്റ്സ് തമ്മിൽ നോക്കുക. യൂണിറ്റ് ഡിജിറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് 15 വരും. അതായത് യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ ഓപ്ഷനിലും അവസാനം 5. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ യൂണിറ്റ് ഡിജിറ്റ് കണ്ടപ്പോൾ നമുക്ക് ഒരു പ്രയോജനം ഉണ്ടായി. യൂണിറ്റ് ഡിജിറ്റ് 0 അല്ല എന്ന് മനസ്സിലായി. കാര്യം ഇവിടെ നമുക്ക് 2 ഡെസിമൽ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ആദ്യത്തത് 8.5 പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറാണുള്ളത്. രണ്ടാമത്തത് 6.3 അവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരക്കമാണുള്ളത്. സോ ഇങ്ങനെയുള്ള 2 നമ്പേഴ്സിനെ തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പ്രോഡക്റ്റിൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വരും. പോയിന്റ് കഴിഞ്ഞ് എത്രയെങ്കിലും നമ്പർ വരും. പോയിന്റ് കഴിഞ്ഞ് നമുക്ക് 2 നമ്പർ വരണം. അങ്ങനെ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഇനി ലാസ്റ്റ് 0 വന്നിരുന്നെങ്കിൽ, യൂണിറ്റ് ഡിജിറ്റ് 0 വന്നിരുന്നെങ്കിൽ നമ്മൾ പോയിന്റ് കഴിഞ്ഞ് 0 വരുമ്പോൾ അതിനെ കളയും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നേനെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയപ്പോൾ 5 വരുന്നത്, 0 അല്ല. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് തന്നെ പോയിന്റ് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് കാണുന്ന നമ്പേഴ്സിന് പോയിന്റ് കഴിഞ്ഞ് ഓരോ സ്ഥാനമാണുള്ളത്. സോ നമ്മുടെ ആൻസറിന് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരണം. 0 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാനത് എടുത്തെടുത്ത് പറയുകയാണ്. കാര്യം പോയിന്റ് കഴിഞ്ഞ് 0 വരുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇവിടെ 0 അല്ലാത്ത നമ്പറാണ് യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. 5 × 3 ചെയ്യുമ്പോൾ 15 സോ 5 യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 0 അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം, പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വരുന്ന 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം മസ്റ്റായിട്ടും വരണം. സോ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉള്ളത് ഓപ്ഷൻ ബിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 85, 63 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 3 15, n 3 24, 1 25, 6 5 30, 3 ശിഷ്ടം, n 6 48, 3 51. നോക്കൂ, 5 5 3 5. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. അതിനേക്കാളും ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് ആ രീതിയിലാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ 2 നമ്പേഴ്സ് പോയിന്റ് കഴിഞ്ഞ് ഇതുപോലെ 2 സ്ഥാനം വരുന്ന രീതിയിൽ ഓപ്ഷൻ തരികയും ആ 2 യൂണിറ്റ് ഡിജിറ്റ് 5 തരികയും ചെയ്തിരുന്നെങ്കിൽ നമുക്കവിടെ കൺഫ്യൂഷൻ വന്നേനെ. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ശരിക്കും യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 3 വരുന്നത്. കാര്യം ഇതെല്ലാം 1/10 1/100 നമ്മളിവിടെ ലാസ്റ്റ് ടേം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞത്. കൺഫ്യൂഷൻ ആവരുത്. ഈ ലാസ്റ്റ് ടേം, ആ പ്രോഡക്റ്റിൻ്റെ ലാസ്റ്റ് ടേം ആണ് 5 ആയിട്ടാണ് വരേണ്ടത്. ഇവിടെ എല്ലാത്തിലും ലാസ്റ്റ് ടേം 5 പക്ഷേ പോയിന്റിൻ്റെ സ്ഥാനം കഴിഞ്ഞ് 2 സ്ഥാനം വരണം. അത് ഓപ്ഷൻ ബിക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രോഡക്റ്റ് എടുക്കാതെ പെട്ടെന്ന് ആ രീതിയിൽ ചിന്തിക്കുന്നവർ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനാണ് ഇങ്ങനെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ അല്ല, 2 അതിലധികമോ ഓപ്ഷൻസ് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനത്തിന് തന്നിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വന്നേനെ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഇന്നത്തെ പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.